ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന എന്ന് നാം അങ്ങോട്ട് വായിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തരുന്ന ഒരാലോചനയാണ് നമ്മളിവിടെ വായിച്ചത്. 3-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസിൻ്റെ ബദ്ധപ്പാടുകളും തുടർന്നുള്ള സഭയ്ക്കുള്ള ദൂതും ആലോചനയും പ്രാർത്ഥനയുമാണല്ലോ നമ്മളത് വായിക്കുന്നത്. കർത്താവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് ദൈവത്തിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാകണം. ക്രിസ്തുവിലൂടെ നമുക്ക് വരം നൽകുന്ന അവസ്ഥകളും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം, ഇതും ആമേൻ. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണമെന്നും ഉയരത്തിലെ ശക്തി നമുക്ക് വന്നിട്ട് അത് നിമിത്തം ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകണമെന്നും ഒക്കെയാണ് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് ഈ 3-ാം അധ്യായം കാണാൻ കഴിയും. അത് വായിച്ച് അങ്ങനെ തന്നെ ആയിത്തീരാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതു നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഭൗതികം ഒന്നും തന്നെയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നാം ചോദിക്കുന്നതെല്ലാം ഭൗതികമാണ്. ഇവിടെയുള്ള കാര്യാദികൾ നടക്കണം. നമ്മളുടെ മകളുടെ വിവാഹം നടക്കണം, മകൻ്റെ വിവാഹം നടക്കണം, വീടിൻ്റെ പണി പൂർത്തീകരിക്കണം, നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരണം. ഇതെല്ലാം അങ്ങനെ പല കാര്യങ്ങൾ നാം ചോദിക്കുന്നുണ്ട് ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ 2024 ഇതുവരെയും പൂർണ്ണമായിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിലും 2025 പ്രവേശിപ്പിച്ച ദൈവത്തിന് എന്തോ പ്ലാനും പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി സ്തോത്രം ചെയ്യണം. ഭൗതികം ദൈവം തരാമെന്നാണ് പറഞ്ഞ് നിങ്ങൾ അന്വേഷിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം പറയുന്നത് അന്വേഷിക്കുന്നത് എന്തായിരിക്കണം? നിത്യതയെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമായിരിക്കണം. അങ്ങനെ ചോദിക്കണം. ചോദിച്ചാലേ അത് കിട്ടുകയുള്ളൂ. ഭൗതികം ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, കാക്കകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതുകൊണ്ട് അവയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്രയും അധികം. നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ടല്ലോ. കരുതിയ കരുതലുകൾ തക്ക സമയത്ത് വെളിപ്പെടുന്നുണ്ടല്ലോ. നാം ഭക്ഷിക്കുന്ന ഭക്ഷണം, വസ്ത്രം, നാം സഞ്ചരിക്കുന്ന വാഹനം, ഭവനം എല്ലാം വിശ്വാസത്തിൽ വന്ന ശേഷം ലഭിച്ചവരുണ്ട്. വിശ്വാസത്തിന് മുമ്പ് ലഭിച്ചവർക്ക് അത് അനുഗ്രഹമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ചോദിക്കുന്നത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിരിക്കണം. സാത്താനും ഇയ്യോബിന് വേണ്ടി ചെന്ന് ചോദിച്ചു സ്വർഗത്തിൽ, അവന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുന്നു, അവനെ ഒന്ന് വിട്ടുതരിക, പൊളിച്ചിട്ട് വേലി പൊളിച്ച് വിട്ടുതരിക. ദൈവം അവനെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട്. വിട്ടുതരാം, നീ അവനെ എന്ത് ചെയ്യരുത്, പ്രാണനെ തുടരുത്. അങ്ങനെ വിട്ടുകൊടുത്തു. പക്ഷെ ദൈവം വിട്ടുകൊടുത്തപ്പോൾ അവനെ നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ച് അവൻ തന്നെ വലിയവനായി. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയ്യോബ് വിശ്വാസത്തിൽ നിലനിന്നതുകൊണ്ട് സാത്താൻ പരാജയപ്പെട്ട് ഓടി. അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്ത് മാനിച്ചു. ആമേൻ. ഇയ്യോബും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ദൈവവും ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നു. അവസാനം ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ച് പഴയതുപോലെ ആക്കി തീർത്തു. ഇതുപോലെ ദൈവത്തിൻ്റെ ജനമേ, നാം ചോദിക്കുന്നതൊക്കെയും ഭൗതികമായിരിക്കണമെങ്കിൽ അതിനെ മാറ്റി ആത്മീയമായതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കാൻ ഒരുങ്ങണം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൃപാവരങ്ങളാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കട്ടെ. കണ്ണുകളെ അടച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയമായി. മഹാദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. നാം ചോദിക്കുന്ന നനയ്ക്കുന്ന അത്യന്തം പരമായെന്ന് പറയുന്നത് ആത്മീയ അനുഗ്രഹങ്ങളാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നാം നിറയപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ.
രക്ഷിക്കപ്പെട്ട നാളിൽ കൃപയുള്ളവരായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കൃപയുണ്ടോ? പ്രാർത്ഥനാപരമുണ്ടോ? ജ്ഞാനമുണ്ടോ? പരിജ്ഞാനമുണ്ടോ? വിവേകമുണ്ടോ? അനേകരെ സുവിശേഷത്തിൽ നടത്തുന്നുണ്ടോ? എങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.